എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സുരേന്ദ്രനാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ട്യൂട്ടി ഫ്രൂട്ടി, അതായത് നമ്മൾക്ക് ഷേക്ക്, കേക്ക്, ബ്രെഡ് ഐറ്റം, സ്വീറ്റ് ബ്രെഡ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിലും നമുക്ക് കിട്ടാവുന്ന ചെറിയൊരു ട്യൂട്ടി ഫ്രൂട്ടി പറഞ്ഞ ചെറിയ കളർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് നമ്മൾക്ക് അത് സംഭവം ഭയങ്കര നിസ്സാരമാണ്. നമുക്ക് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെറിയൊരു കാര്യമുള്ളൂ. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായത് ഒരു പച്ച പപ്പായയാണ്. ഇത് നമുക്ക് തൊലിയെല്ലാം വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ കുരുവെല്ലാം ഉണ്ട്, അതെല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. പപ്പായ എല്ലാം തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി അതിനുള്ള കുരുവെല്ലാം കളഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു ഭാഗം, അതായത് ഈ കാണുന്ന ഈ ഭാഗം നമുക്ക് പാടില്ല, അതായത് നമുക്ക് ഈ ദശ മാത്രമേ പാടുള്ളൂ. ഈ ഒരു ഭാഗത്തിന് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഈ ഭാഗം നമുക്ക് വേണ്ട, നമുക്കിതിന് ആവശ്യമില്ല. ഈ ഒരു ഭാഗം നമ്മൾ എടുത്ത് കളയണം. നമ്മൾ അതിൻ്റെ ഉള്ളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതായത് നമ്മൾ ചെറിയ ക്രിസ്റ്റൽ കൽക്കണ്ടിൻ്റെ ആ ഒരു റേഞ്ചിലാണ്. ഒരുപാട് വലുപ്പം പാടില്ല, ചെറുതായിട്ട് അരിയണം, എന്നാലേ കാണാനൊരു ചന്തം ഉണ്ടാവുള്ളൂ. ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ അരിഞ്ഞ് മാറ്റേണ്ടത്. ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ കളറൊക്കെ ആഡ് ചെയ്തിട്ട് വരുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാം അരിഞ്ഞ് മാറ്റാം. അപ്പോൾ എല്ലാം മുറിച്ച് കഴിഞ്ഞു. നമുക്കിതിന് ഇനി വെള്ളത്തിൽ നമുക്ക് ഒരു അര വേവ് വേവിച്ചെടുക്കണം. ഒരു പാത്രം വെച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നമുക്കതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് കറക്റ്റ് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ഇതാവുക. നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഒരു സ്ട്രെയിനർ എടുത്ത് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാത്രം ഒന്ന് കഴുകിയിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ 250 ഗ്രാം പഞ്ചസാരയാണ്. ഒരു 300-400 ഗ്രാം പഞ്ചസാര ഇടേണ്ടി വരും. അതായത് ഞാൻ എടുത്ത പപ്പാളി ഇത്തിരി വലുതാണ്. ഞാനൊരു 300 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിക്കണം. നമുക്കതിൽ നൂലുക്കനം അങ്ങനെ അതൊന്നും കാര്യമില്ല. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം, അത്രേ വേണ്ടൂ. വെള്ളം തിളച്ച് വന്നിരിക്കുകയാണ്. ഈ പപ്പായ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് 10-20 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കട്ടെ. ജസ്റ്റ് ഒരെണ്ണം എടുത്ത് നമ്മൾ കഴിച്ചു നോക്കി വെച്ചാൽ അതിൽ നമ്മൾ പഞ്ചസാര ഇതിൽ നമുക്ക് പഞ്ചസാര പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂണ്. ഇത് ചെറിയ ടീസ്പൂണാണ്. ഇതിൽ ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, എന്നാലും ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് കളർ ചേർക്കാനാണ്. ഇതിൻ്റെ ട്യൂട്ടി ഫ്രൂട്ടിക്ക് പ്രത്യേകിച്ച് ഇതിൽ കളറാണ് പ്രധാനം. അപ്പോൾ നമുക്ക് കളർ ചേർക്കാനായിട്ടാണ് 3 നമ്മളിതിനെ തരംതിരിക്കുക. നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ റെഡാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഗ്രീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലെമൺ യെല്ലോ, ഓൾറെഡി യെല്ലോ ആണ്, എന്നിരുന്നാലും നമുക്ക് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ യെല്ലോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് 12 മണിക്കൂറോളം കഴിയണം. എന്നാലേ നമ്മൾക്ക് ഈ സാധനത്തിൽ എല്ലാത്തിലും കളറ് കറക്റ്റായി കയറുള്ളൂ. നമ്മൾ രാത്രി ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ആയിട്ട് എടുക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഇത് മൂന്ന് കളറിലായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് ഒരു 12 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതേപോലെ 12 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഉറുമ്പൊന്നും വരാത്ത പോലെ വയ്ക്കണം. 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുക. 12 മണിക്കൂർ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മളിതിലേക്ക് കണ്ടോ നന്നായിട്ട് കളറൊക്കെ അടിപൊളിയായിട്ടില്ലേ ഉണ്ടോ കളറൊക്കെ. ഏറ്റവും ബെസ്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ കറക്റ്റായിട്ട് ഒന്നൊരു നല്ല വെയിലുണ്ടെന്ന് വെച്ചാൽ ഒന്ന് വെയിലത്ത് വെച്ചെടുത്താൽ അടിപൊളിയായിരിക്കും. ഇതാണ് നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി സംഭവം. അപ്പോൾ എന്തായാലും ട്യൂട്ടി ഫ്രൂട്ടി റെഡി ആയിരിക്കണം. എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കൊണ്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ എം ഷിനു സുരേന്ദ്രൻ സൈനിങ് ഓഫ്.